ഹരിച്ചേട്ടാ, ജർമ്മനി, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ കവച്ചു വയ്ക്കുന്ന ഒരു നേട്ടവുമായി ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഹൈഡ്രജൻ ട്രെയിനിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മുടെ റെയിൽവേ മന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? അത് എന്താണ്? അതൊന്ന് വിശദീകരിക്കാമോ? ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ എഞ്ചിൻ ഇന്ത്യ നിർമ്മിച്ചതായി ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 1200 കുതിരശക്തി ഉള്ള ഈ എഞ്ചിൻ ഇപ്പോൾ നിലവിലുള്ള ലോകത്തിൽ മറ്റ് രാഷ്ട്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന എഞ്ചിനുകളുടെ ഇരട്ടി ശക്തിയുണ്ട്. അതായത് പരമാവധി 600 കുതിരശക്തിയുള്ള ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനുകളാണ് ഇന്ന് ലോകത്തിലെ നിലവിലുള്ളത്. അപ്പോൾ 500-600 ഹോഴ്സ് പവർ റേഞ്ചിലാണ് ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും അതുപോലെ ജപ്പാനോ ചൈനയോ ഒക്കെ ഉത്പാദിപ്പിച്ചിരിക്കുന്ന ലോക്കോമോട്ടീവ് എഞ്ചിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന 1200 ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നത് ഈ എഞ്ചിൻ അതിശക്തമായ ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു, എല്ലാ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞു. ഇനി അത് ഒരു ലോക്കോമോട്ടീവ് ഒരു ട്രെയിനുമായിട്ട് ഘടിപ്പിച്ച് ട്രയൽ റൺ നടത്തണം. ആ ട്രയൽ റൺ ഹരിയാനയിലെ സോനപ്പത്ത് എന്ന് പറയുന്ന സോനപ്പത്ത് ടു ജിൻഡ് ആ ഒരു റൂട്ടില് ഈ എഞ്ചിൻ ഹൈഡ്രജൻ സെൽ എഞ്ചിൻ ഘടിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ട്രെയിൻ പരീക്ഷണ ഓട്ടം ഈ വരുന്ന ദിവസങ്ങളിൽ, ചിലപ്പോൾ ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ഡേറ്റ് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചില്ല, തുടങ്ങും. ഇതിന്റെ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് നിലവിലുള്ള പല ഹൈഡ്രജൻ എഞ്ചിനുകളെക്കാളും ലാഭകരമായി നടത്താൻ പറ്റുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ എഞ്ചിനാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് ഒരു ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിലെ എന്നല്ല, ലോകത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ തന്നെ ഇത് വിജയകരമാണെങ്കിൽ ഇതൊരു നാഴികക്കല്ലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് പൂർണ്ണമായും പൊല്യൂഷൻ ഇല്ലാത്തതാണ്. മലിനീകരണം സീറോ പൊല്യൂഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തും. കാരണം ഈ ഫ്യൂവൽ സെല്ലുകളിലെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സംയോജിച്ച് ഉണ്ടാകുന്ന പവർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വെള്ളം മാത്രമാണ്. അപ്പോൾ വാട്ടർ വേപ്പറാണ്. അപ്പോൾ അതിൽ നിന്നും നീരാവി മാത്രമായിരിക്കും അതിൽ നിന്ന് പുറന്തള്ളുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത ഒരു ടെക്നോളജിയാണ്. ഇത് ലോക ചരിത്രത്തിൽ തന്നെ, റെയിൽവേ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇത് ഇപ്പോൾ തന്നെ ഈ എഞ്ചിൻ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗം ഓപ്പറേറ്റിംഗ് സ്പീഡ് കൈവരിക്കാൻ ഈ എഞ്ചിൻ സഹായിക്കും. അത് നിലവിൽ അതും വലിയൊരു നേട്ടമാണ്. കാരണം ഇന്ത്യയുടെ ഏത് കുഗ്രാമത്തിലോട്ടും ഇപ്പോ 2 തരത്തിലുള്ള എഞ്ചിനുകളാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൽക്കരി കൊണ്ട് ഉപയോഗിക്കുന്ന ട്രെയിൻ ഇല്ലാതായെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം കേരളത്തിലൊന്നും നമ്മൾ കാണാറില്ല. കൂടുതലും ഇലക്ട്രിക്. പറഞ്ഞോളൂ. ഊട്ടി പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ കൽക്കരി എഞ്ചിൻ ഇപ്പോഴും ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. അത് പരമ്പരാഗതമായിട്ട് അതിനിപ്പോ ഉള്ള ആകെയുള്ളത് ഒരു എന്താണ്, ഒരു ആന്റിക് വാല്യൂ മാത്രമാണുള്ളത്. അതെ അതെ. അപ്പോ ഇപ്പോ ഈ ട്രെയിന് വൈദ്യുതി ലൈൻ വലിക്കാത്ത സ്ഥലങ്ങളിലും വളരെ കാര്യക്ഷമമായിട്ട് ട്രെയിൻ സർവീസ് നടത്താൻ ഹൈഡ്രജൻ എഞ്ചിൻ ടെക്നോളജി കൊണ്ട് കഴിയും. മറ്റേത് വലിയ തോതിൽ, ഇപ്പം ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ വലിയ തോതിൽ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ, ഇപ്പോൾ ജർമ്മനിയില് ലോകത്തിൽ ഒരേ ഒരു രാജ്യത്ത് മാത്രമേ ഇപ്പോൾ ഹൈഡ്രജൻ സെൽ എഞ്ചിൻ ഫിറ്റ് ചെയ്ത ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പൊ ചൈനയും ജപ്പാനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതവിടെ ലാഭകരമല്ലാത്തതുകൊണ്ട് അവരത് സർവീസിന് ഉപയോഗിക്കുന്നത്. കാരണം ഇലക്ട്രിക് എഞ്ചിനേക്കാൾ 80% അതിന്റെ ഒരു ഇരട്ടി വരില്ല, അതിന് കുറച്ച് ഏതാണ്ട് 80% ചെലവ് കൂടുതലായിരിക്കും എന്നാണ് ചൈനയുടെയും ജപ്പാന്റെയും അനുഭവം. പക്ഷേ നമ്മുടെ ഈ പുതിയ എഞ്ചിൻ അത് മാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് എഞ്ചിനേക്കാളും ലാഭകരമായിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോ പൊല്യൂഷൻ ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ലൈനുകൾ വലിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമല്ല.
ഇത് ലാഭകരവും കൂടെയാണ്. അപ്പോൾ അതൊരു വലിയ മുന്നേറ്റമാണ് സാങ്കേതിക വിദ്യയിൽ. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ഒരു സാങ്കേതിക വിദ്യയിൽ ലീഡ് ചെയ്യുന്നു, അതായത് മുന്നേറുന്നു. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ മാതൃകയാവുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് ഇത് എത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് കാൺപൂർ IIT-യുമായിട്ട് ചേർന്നിട്ടാണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതൊരു ചരിത്ര സംഭവം എന്നുള്ള നിലയിൽ ഇപ്പോൾ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു വർഷങ്ങളായിട്ട് ഇപ്പോൾ റെയിൽവേയുടെ ഒരു ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഏറ്റവും ചെലവ് കുറവും അതുപോലെ ഏറ്റവും കുറവ് പൊല്യൂഷനും ഇലക്ട്രിക് ട്രെയിനാണ്. അപ്പം ഇന്ത്യ മുഴുവൻ ഈ ഇലക്ട്രിഫിക്കേഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതും ശരിക്കും എനിക്ക് തോന്നുന്നു റെയിൽവേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് NTPC ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ NTPC ആണ് സപ്ലൈ ചെയ്യുമ്പോഴും NTPC എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. കാരണം NTPC കൂടുതലും കൽക്കരി ഉപയോഗിക്കുന്ന നിലയങ്ങളാണ്, തെർമൽ പ്ലാന്റുകളുള്ളത്. പിന്നെ അതേസമയം തന്നെ ഈ നാഫ്തയൊക്കെ ഉപയോഗിക്കുന്ന വലിയ ചെലവുമാണ്. നാഫ്തയോ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന വലിയ ചെലവുമാണ്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത് ലോകോത്തരമാണ്. അതൊരു പുതിയ ആശയം മാത്രമല്ല, അതൊരു പ്രകൃതിക്കും സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്, ഈ സാങ്കേതിക വിദ്യ രൂപഭേദം വരുത്തിയിട്ട് അത് ട്രക്കുകളിലെ അല്ലെങ്കിൽ ബോട്ടുകളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിനായി രൂപാന്തരം ചെയ്യാം എന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്ന ട്രക്കുകളും അതുപോലെ വലിയ കപ്പൽ പോലുള്ള ടഗ് ബോട്ടുകളും ഒക്കെ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അതിന്റെ നിർമ്മാണം തുടങ്ങുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതൊരു വലിയ മുന്നേറ്റമാണ്. കാരണം ഇത് ലോക്കോമോട്ടീവ് എഞ്ചിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഇത് മറ്റു മേഖല റോഡ് ഗതാഗതത്തിലൂടെ വ്യാപിപ്പിക്കാം. അപ്പൊ ഭാവിയിൽ ഈ എഞ്ചിന്റെ വകഭേദങ്ങൾ കാറുകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കുറച്ച് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ ഹൈഡ്രജൻ ഫ്യൂവൽ എഞ്ചിൻ വെച്ചുള്ള ഒരു കാറിൽ യാത്ര ചെയ്ത് അദ്ദേഹം ഒരു ഉദാഹരണം കാണിച്ചിരുന്നു ഡൽഹിയിൽ. അപ്പോ ഇപ്പോഴത്തെ ഈ കണ്ടുപിടുത്തം തദ്ദേശീയമായി തന്നെ ഇന്ത്യയിൽ തന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനൊക്കെ വികസിപ്പിച്ച് അത് 4 വീലറുകൾ ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, സാധാരണ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതി തന്നെ വളരെ നിർണായകമായ രീതിയിൽ കുറയ്ക്കാൻ അത് സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായി മാറാനുള്ള വലിയ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. 2030 ആകുമ്പോഴേക്കും ആ ശ്രമം വിജയിക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ. ഇത് വലിയ നേട്ടങ്ങൾ, അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ചെലവഴിക്കുന്നത് ശരിക്കും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനാണ്. അതെ, ക്രൂഡ് ഓയിൽ, സത്യം പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിയാൽ ഇന്ത്യ ഒരു സർപ്ലസ് രാജ്യമായിരിക്കും. മനസ്സിലായോ? അതായത് ലോകത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ഇന്ന് സർപ്ലസ് ബഡ്ജറ്റുള്ള രാജ്യങ്ങൾ ലോകത്തിൽ വളരെ കുറവാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഏതാണ്ട് 60-70% ഈ ക്രൂഡ് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസുമാണ്. ഇത് രണ്ടിന്റെ ഇറക്കുമതി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ അതിസമ്പന്നമായ രാഷ്ട്രമാവും. കാരണം ഭക്ഷ്യവസ്തുക്കള്, ഉപഭോഗ വസ്തുക്കള്, അങ്ങനെ എന്തിന് കാർ, ഓട്ടോമൊബൈൽസ്, ഇതിലെല്ലാം തന്നെ ഇന്ത്യ സ്വയം പര്യാപ്തമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ടെക്നോളജിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യേണ്ടുള്ളൂ. അത് നമ്മൾ മുമ്പേ പറഞ്ഞ സെമി കണ്ടക്ടർ ചിപ്പ് ഉൾപ്പെടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വിമാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഘടകങ്ങൾ മാത്രമേ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യേണ്ടതുള്ളൂ. ബാക്കി പല കാര്യങ്ങളിലും ഇന്ത്യ കയറ്റുമതി. ഇപ്പൊ ഭക്ഷ്യവസ്തുക്കളെല്ലാം, ധാന്യമാവട്ടെ, പാല്, മുട്ട, ഇറച്ചി എല്ലാം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. മത്സ്യങ്ങള്. അപ്പം ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി ഇന്ത്യക്ക് നിർത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതൊരു പകുതിയാക്കി കുറച്ചാൽ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറും. എന്തായാലും
ഈ ഒരു വലിയ നേട്ടത്തിലേക്കാണ് ഇന്ത്യ നടക്കുന്നത്. നമ്മുടെ ഗവേഷണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഉവ്വ്. എന്തായാലും ഭാവിയിൽ ഉടൻ തന്നെ ഇന്ത്യ ആ നേട്ടം കൈവരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമോ 2 മാസമോ മുമ്പൊക്കെ ഇതിനെക്കുറിച്ച് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ചില ഇത് സംബന്ധിച്ച് ചില ലേഖനങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളാരും വിശ്വസിച്ചില്ല ഈ ഹൈഡ്രജൻ എൻജിൻ നമുക്ക് സ്വായത്തമാകും, അത് നമുക്ക് നിർമ്മിക്കാനാകും എന്ന് നമ്മളെല്ലാവരും ആരും അത്ര കണ്ട് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഈ അതും വെറും ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. 1200 ഹോഴ്സ് പവർ കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ്. റെയിൽവേയുടെ വികസനത്തിന് വലിയ ഗതിവേഗം കൈവരുത്തും. നമ്മൾ നിസ്സാരമായിട്ട് ഉണ്ടാകുന്ന ഒരു വികസനമല്ല അത്, അല്ലെങ്കിൽ പുരോഗതി അല്ല അത്, വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകും എന്നാണ്. എന്തായാലും അതിൻ്റെ പരീക്ഷണ ഓട്ടത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താണ് നമുക്ക് കൈവരാൻ പോകുന്ന ആ വലിയ മാറ്റം, വലിയ ഭാഗ്യം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദി, നമസ്കാരം.